ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്ര അതിലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് റമദാനൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം ബിസി ആയിപ്പോയി. ഇന്ന് നമ്മൾ അടിപൊളി മീഷോന്ന് കുറേ അധികം ഡ്രസ്സസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വെസ്റ്റേൺ ഐറ്റംസാണ് നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുള്ളത്. നമ്മൾ കുറേ കുർത്ത സെറ്റും കിച്ചൺ ഐറ്റംസായിട്ടും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കമൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സി ഡ്രസ്സ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വെസ്റ്റേൺ ആയിട്ടും അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് ചെയ്യാനായിട്ടും ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് എനിക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. കൂടാതെ ഓരോ ഡ്രസ്സിനും ബെൽറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിലിങ്ങോട്ട് പോവാം. ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല ഒരു അടിപൊളി ഒരു ഡ്രസ്സാണ് കേട്ടോ. വിത്ത് ബെൽറ്റാണ്. അടിപൊളി വെച്ചാൽ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട എന്താ പറയുക, അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിലാണ്. എനിക്ക് എന്തായാലും ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ലൊരു റേറ്റ് കൊടുക്കേണ്ടി വരും. ക്വാളിറ്റി ബേസിൽ പറയുകയാണെങ്കിലൊക്കെ തന്നെ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രസ്സാണ്. മാക്സി ഡ്രസ്സായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. പാൻറ്റ് യൂസ് ആക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ഡ്രസ്സ് തന്നെയാണ്. അത്രയ്ക്കും ലെങ്ത്ത് തന്നെയാണ് വരുന്നത്. മാക്സി ഡ്രസ്സാണ് എന്ന് പറയാം കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്. എന്താ അതിൻ്റെ ലുക്ക് നോക്കിയാൽ അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല വേർത്താണ്. വെറും 347 രൂപ മാത്രമേ ഇതിന് പ്രൈസുള്ളൂ കേട്ടോ. ഞെട്ടിയില്ലേ? ഞെട്ടും ഉറപ്പാണ്. പിന്നെ പറയാനുണ്ടല്ലേ ഞെട്ടെന്നുള്ളത്. പിന്നെ അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത് പ്രിൻറ്റും അതുപോലെ തന്നെ കളറും ഒക്കെ ഞാൻ സൂം ആക്കിയിട്ട് കാണിച്ചു തന്നാൽ കൂടുതൽ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം ഈ ഒരു ബ്ലൂവും യെല്ലോവും ഗ്രീന് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു കളറാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ള പ്രിൻറ്റിങ്ങിൽ. പിന്നെ വൈറ്റാണ് കേട്ടോ അത് ഡ്രസ്സ് വരുന്നത്. കളറ് വൈറ്റ് ഡ്രസ്സിലാണ് ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. വേർത്താണ് കേട്ടോ. എനിക്ക് എന്തായാലും മേടിച്ച് നോക്കുക പറ്റും, ഉറപ്പാണ്. ഞാൻ ഗ്യാരണ്ടി തരുന്നത്. അത്ര അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. പിന്നെ സൈസ് എടുക്കുമ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചെടുക്കുക. കാരണം ഇങ്ങനത്തെ മാക്സി ഡ്രസ്സാകുമ്പം ഒരു പിടിക്ക് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഉറപ്പില്ല കേട്ടോ. ചിലപ്പം ചിലർക്ക് അത്യാവശ്യം തടിയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ലാർജ് എടുക്കുന്ന സമയത്ത് ഒരു എക്സലൊക്കെ എടുക്കാൻ നോക്കുക. അപ്പം കുറച്ചുകൂടും കംഫർട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ പറയാനുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടില്ലോ, ആ ഒരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ ഇത്. കാരണം നമുക്ക് ഈ ബട്ടൺസ് ഷോക്ക് മാത്രമല്ല, നമുക്ക് അല്ലാത്തവർക്ക് ഷോക്കായിട്ട് ജസ്റ്റ് ജ്യൂസ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ ഫീഡിങ് ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ബട്ടൺസ് അയച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അവർക്ക് നല്ല അഫോർഡബിൾ ആയിരിക്കും കേട്ടോ. ഇത് കൂടുതൽ യൂസ് ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ലാർജ് സൈസാണ്. പിന്നെ നിങ്ങളെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എങ്ങനെയാണ് എനിക്ക് എടുക്കുന്നതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ലാർജ് എടുക്കുന്നവർ എക്സൽ എടുക്കുക. ചിലപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൽ മതി. പിന്നെ അത്യാവശ്യം തടി ഉള്ളവർക്ക് കേട്ടോ, നമ്മൾ സാധാ ഒരു മീഡിയം ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ബെൽറ്റൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് കൊളറ നെക്കാണ് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഇട്ടാലൊക്കെ നല്ല കംഫർട്ടായിരിക്കും. അടിപൊളി ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബെൽറ്റൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്തിൽ അവിടെ നല്ലൊരു ഇത് വരുന്നുണ്ട്, ചുരുക്ക്. നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ട് നന്നായിട്ട് ചുരുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് ഇട്ടാൽ ഭംഗിയായിട്ട് നല്ല താഴോട്ട് നല്ല ഫ്ലെയറായിട്ടും മുകളിൽ നല്ല ഷേപ്പായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് തടിയുള്ളവർക്കൊക്കെ നല്ലോണം യൂസ് ആക്കാൻ പറ്റും. കാരണം മുകളിലോട്ട് ഫ്ലെയർ ഇല്ലാതെ താഴോട്ട് ഫ്ലെയർ ആയിട്ടിരിക്കുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ. അവർക്ക് തടി അത്യാവശ്യം കുറയാനൊക്കെ കുറഞ്ഞ് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ.
അപ്പം അങ്ങനത്തെവരോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് വരുന്നത് ഇതാണ്ട് നല്ല അടിപൊളി ഒരു ബെൽറ്റാണ് കേട്ടോ. സാധാ നോർമൽ ഇതിൻ്റെ ക്ലോത്ത് കൊണ്ടൊന്നല്ല അവർ തന്നിട്ടുള്ളത്. നല്ലൊരു ബെൽറ്റ് തന്നെ കേട്ടോ, നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയുള്ളൊരു ബെൽറ്റ് കേട്ടോ. നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ പെയർ ചെയ്താൽ കാണാനായിട്ട്. എന്തായാലും ആ റേറ്റിന് എന്തായാലും വീത്തല്ലേ, ഒരു ബെൽറ്റിന് തന്നെ കൊടുക്കേണ്ട അത്യാവശ്യം റേറ്റൊക്കെ. പിന്നെ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കാണാം കേട്ടോ. സ്ലീവ് വരുന്നത് ഒരു ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഫുൾ സ്ലീവ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടില്ല, എന്നാൽ ഫുൾ സ്ലീവ് 3/4 സ്ലീവ് അല്ലാണോ എന്ന മട്ടിലാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഈ കയ്യിൻ്റെ എൻഡിലായിട്ടൊരു അലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്, നമുക്ക് ഇട്ടാൽ പെറിയതാൽ. കാരണം നമുക്ക് അവിടെ ഫിറ്റിംഗ് ആയിട്ട് നിന്നാലൊക്കെ നല്ല ഭംഗിയല്ലേ. പിന്നെ ഇത് വീഡിയോ എടുക്കുന്ന ആളെ സൈസിനല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ചൊരു ഡിഫറെൻ്റായിട്ട് തോന്നും. ജസ്റ്റ് പറഞ്ഞതല്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് സംഭവം. ഫുൾ സ്ലീവിൽ ഇലാസ്റ്റിക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ എൻഡിൽ നോക്കുകയാണെങ്കിലും എൻഡിൽ പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ മാക്സി ഡ്രസ്സല്ലേ, അങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ, അങ്ങനെ ആണ്. പിന്നെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കി ഫുള്ള് പ്രിൻ്റഡ് തന്നെയാണ്. ബാക്കും മുന്നും ഒക്കെ തന്നെ ഫുൾ പ്രിൻ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഫ്ലോറൽ പ്രിൻ്റഡാണ്. നല്ല അടിപൊളിയായിട്ടില്ല. എന്തായാലും നല്ല വേർത്താണ് കേട്ടോ. എന്തായാലും ഒന്ന് മേടിച്ച് വെക്കാം, എനിക്ക് നഷ്ടമാവില്ല കേട്ടോ. ഞാൻ ഗ്യാരണ്ടി തരുന്നു, നഷ്ടമാവില്ല. നല്ല അഫോർഡബിളാണ് കേട്ടോ. എന്തായാലും എനിക്കൊരു ഷോപ്പിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു റേറ്റ് കൊടുക്കണം, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതുപോലെ തന്നെ ഒരു മാക്സി ഡ്രസ്സ് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതും അടിപൊളിയാണ് കേട്ടോ. ഇത്തവണ നമ്മൾ മേടിച്ചിട്ടുള്ളതൊക്കെ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ഡ്രസ്സ് കേട്ടോ. ഒന്നും പറയാനില്ല, റിട്ടേൺ അടിക്കാനില്ല, ഒന്നുമില്ലാത്ത നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ക്യാഷ് ആണെങ്കിലും അത്രയും ലോ പ്രൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. ലോ പ്രൈസിലാണെങ്കിലും അവർ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ലല്ലോ. അത്രയ്ക്ക് അടിപൊളി ക്വാളിറ്റിയാണ്. അതെനിക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്. കാരണം അവരെങ്ങനെ ഇത് വിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു മാക്സി ഡ്രസ്സ് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അടിപൊളി ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബ്ലാക്കിൽ ഡോട്ടായിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജോർജറ്റാണ്. ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് വെറും 407 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 4 കളറിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാവുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒന്ന് കയറിയിട്ടുള്ള നെക്കാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. പിന്നെ നെക്ക് മേൽ ഇതുപോലൊരു ഞെറി ഒരു ഡിസൈൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നെക്ക് കയറിയിട്ടുള്ള ഒന്ന് ഹൈ നെക്ക് ആകുമ്പോൾ ഒന്ന് വൃത്തി ഉണ്ടാവും കാണാനായിട്ട്, നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഒരു ബ്ലാക്ക് ഷോളൊക്കെ ഇട്ടാൽ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷോളൊക്കെ ഇട്ടാൽ നല്ല പോട്ടും. അടിപൊളിയൊരു സംഭവം തന്നെ ആക്കിയിട്ട് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും ഡിസൈനൊക്കെ കാണിച്ചു തരാണ് കേട്ടോ ഞാൻ. പിന്നെ ഇതിൻ്റെ സ്ലീവൊക്കെ വരുന്നത് ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റനിങ് ആയിട്ട് നിൽക്കും. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, കൈ സ്ലീവ് നെതിലടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ ഉള്ളിലോട്ട് കാണും. അപ്പം നമ്മൾ ഇന്നർ യൂസ് ആക്കേണ്ടി വരും. കൈക്ക് മാത്രം കേട്ടോ. ബാക്കിയൊക്കെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൈക്കില്ല. കൈക്ക് നമ്മൾ ഒന്ന് ബ്ലാക്ക് ഇന്നർ യൂസ് ആക്കേണ്ടി വരും. ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ പെയർ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെന്ന് പറയാൻ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ലൈറ്റ് ഡിമ്മായിട്ട് കുറച്ചൊരു ക്വാളിറ്റി കുറവ് തോന്നാൻ ചാൻസ് ഉണ്ട്. മേ ബി, അറിയില്ല കേട്ടോ. കാരണം നൈറ്റ് എടുക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തി കുറവുണ്ടാവുമല്ലോ. പകലിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഡിമ്മായിട്ടിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. പിന്നെ എന്ന് പറയാനായിട്ട് ഇതിനൊരു ബെൽറ്റ് വന്നിട്ടുണ്ടോ. ഒരു ബെൽറ്റ് ഇതിൻ്റെ ക്ലോത്തിൽ തന്നെയാണ് ബെൽറ്റ് വരുന്നത്, സെപ്പറേറ്റ് ബെൽറ്റ് അല്ല. പിന്നെ അത് ഇടാനായിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബെൽറ്റ് ഇടാനായിട്ട്. പിന്നെ ആ ബെൽറ്റിൻ്റെ ആ ഭാഗത്ത് തന്നെ കുറച്ചൊരു ഇത് കൊടുത്തിട്ടുണ്ട്,
പിന്നെ ഫ്ലെയർ ആയിട്ടൊരു ഞെറി കൊടുത്തിട്ട് ഫ്ലെയർ ആയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 2-3 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫ്ലെയർ കിട്ടും. അതിനായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് താഴോട്ട് നല്ല ഫ്ലെയർ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ, അതിൻ്റെ ബെൽറ്റാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ ബെൽറ്റാണ് ഇത് വരുന്നിട്ടുള്ളത്. അതിൻ്റെ ക്ലോത്ത് തന്നെ, സെയിം ക്ലോത്ത് തന്നെയാണ് ബെൽറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് ടൈറ്റായിട്ട് നിൽക്കാൻ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് ഡ്രസ്സൊന്ന് ടൈറ്റായിട്ട് നമുക്ക് വൃത്തിക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു ബെൽറ്റൊക്കെ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇതാക്കണ ഞാൻ 2 വരുന്നുണ്ട്. അതിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലെയർ പോലെ ഒരു ഇത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കാണാനായിട്ട്. താഴത്ത് ഇങ്ങനെ നല്ല ഫ്ലെയർ ആയിട്ട് നല്ലൊരു ഇതായിട്ട് നിറയായിട്ട് നിന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഇങ്ങനെ കാണട്ടതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. പിന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് സെയിം പ്രിൻറ്റും സെയിം ഡിസൈനും കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാം. സെയിം ആയിട്ടാണ് നമ്മൾ സൂം ചെയ്ത് അത്രയ്ക്കും ക്വാളിറ്റി തന്നെയാണ് കാണിച്ചു തരുന്നത്. കാരണം എനിക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്ക് പോഷൻ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ഹൂക്സ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇടാനായിട്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഒരു സിബും കൊടുത്തിട്ടുണ്ട്. സിബ് നമുക്ക് പെട്ടെന്ന് നമുക്ക് യൂസ് ആക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഹൈനെക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സിബൊക്കെ ഉണ്ടെങ്കിൽ ഹൈനെക്ക് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക, കയറി നിൽക്കല്ലോ. അപ്പം നമുക്ക് നല്ലൊരു കംഫർട്ടായിരിക്കും, നമുക്ക് നല്ലൊരു ഇതായി കിട്ടുമോ തോന്നുക. അപ്പം ഇങ്ങനെ ഒരു സിബും ഒരു ഹൂക്സും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. നല്ല അടിപൊളിയായിട്ടില്ലേ, എന്തായാലും വേർത്തല്ലേ നിങ്ങൾ പറ. 417 രൂപ മാത്രമേ ഉള്ളൂ റേറ്റ്. 407 രൂപ കേട്ടോ, 417 രൂപ എന്ന് പെട്ടെന്ന് പറഞ്ഞുപോയി. 407 രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ. അപ്പോൾ ഒന്ന് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇഷ്ടമാവും. ഇതിനൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു. എനിക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളി. എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്തായാലും വീർത്താണ് കേട്ടോ. കടയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തപ്പി തിരിഞ്ഞ് എടുക്കണേന് നല്ലത് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇത് പെയർ ചെയ്താലാണ് അതിൻ്റെ ഭംഗി കൂടുതൽ മനസ്സിലാവുക. കാരണം അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് കൂടുതൽ നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഇട്ടിട്ട് കാണുമ്പോഴാണ് കേട്ടോ. ഓക്കെ, ഫുൾ ഡീറ്റെയിലൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞാൽ മതിട്ട്, നമ്മളത് തീർത്ത് തരുന്നതാണ്, പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. റയോൺ മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ. ഡ്രസ്സ് 437 രൂപ മാത്രമേ ഇതിന് റേറ്റ് ഉള്ളൂ കേട്ടോ. നമ്മൾ തവണ മേടിച്ചിട്ടുള്ളത് 500 മുകളിലോട്ട് പോയിട്ടില്ല കേട്ടോ. ഒക്കെ 500 ചോടായിട്ട് താഴെയായിട്ടാണ് എല്ലാം ഡ്രസ്സ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ലൊരു പ്രിൻ്റഡ് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അത്. പിന്നെ അത്യാവശ്യം നമ്മൾ ഈ ലാർജ് വാങ്ങിയാൽ XL സൈസ് വരെ എനിക്ക് തോന്നുന്നത് കിട്ടുന്നു. അത്രക്ക് നല്ല വീതിയും ലെങ്ത്തും ഒക്കെ ഉള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് നിങ്ങളെന്തായാലും കൂട്ടി വാങ്ങണ്ട, കുറച്ച് വാങ്ങിയാലും മതി. അത്രക്ക് വീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് നല്ല വലുപ്പവും നല്ല ലെങ്ത്തുള്ള തന്നെയുണ്ട്. പക്ഷേ ഞാൻ ലാർജാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ ലാർജ് തന്നെയാണ് നമ്മൾ കാണിക്കുന്ന കോഡ് കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് കുറച്ചുകൂടി ലെങ്ത്തും വിടുത്തും ഒക്കെ ഉള്ളപ്പോൾ തോന്നിയിട്ടുള്ളതല്ല, ഉള്ളതാണ്. അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. പക്ഷേ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. കുറേ അധികം കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ 4 കളർ എങ്ങാനുണ്ട്. ഗ്രീനും യെല്ലോ അങ്ങനെ എന്തൊക്കെ കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അതിൻ്റെ നേരെ താഴെ തന്നെ ഇത് കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. പിന്നെ അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. നെക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അത് ജസ്റ്റ് ഷോക്ക് നല്ല ഭംഗിയായിട്ട് എനിക്ക് കാണാനായിട്ടോ. ജസ്റ്റ് ഷോക്ക് ഇങ്ങനെ തുറന്നിട്ട് വെക്കാനാണ്. വേണമെങ്കിൽ ഒരു ഇന്നറൊക്കെ യൂസ് ചെയ്താൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇന്നറൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ അടിപൊളി അമേസിങ് ഡ്രസ്സാണ് കേട്ടോ. നല്ല ക്ലോത്താണ്. ക്ലോത്ത് നല്ല കട്ടിയുള്ള ക്ലോത്താണ്. കോളറാണ് കേട്ടോ നെക്ക് വരുന്നത്. പിന്നെ നമ്മൾ ലാർജ് സൈസാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ലാർജ് സൈസാണ് എടുത്തിട്ടുള്ളത്. കോളർ നെക്കിൽ ബ്ലാക്ക് പ്രിൻറ്റിൽ ആണ് കേട്ടോ നമുക്ക് ഈ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ തന്നെ കുറച്ച് നല്ല വെടുത്ത് തോന്നുന്നില്ലേ, വീതി തോന്നില്ലേ, അത്രയ്ക്ക് വീതി ഉണ്ട് കേട്ടോ. പിന്നെ ബെൽറ്റും കാര്യമൊന്നും ഇതിന് കൊടുത്തിട്ടില്ല.
ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ചുരുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ആക്കാനും പറ്റും കേട്ടോ. കാരണം അവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ആക്കാനും പറ്റാൻ മതി, നെക്ക് ഓപ്പൺ ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണം, ഇങ്ങനത്തെ കട്ടിങ് ഒരു 3 എണ്ണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രക്ക് ഫ്ലെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. 3 അല്ല കേട്ടോ, 4-5 എണ്ണം ഉണ്ട് സംഭവം. 2 എണ്ണം ഇപ്പോൾ കാണിച്ചു, 4 എണ്ണം മൊത്തത്തിൽ 4 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഫ്ലെയറാണ്, നല്ല ഫ്ലെയർ എന്ന് വെച്ചാൽ നല്ല ഫ്ലെയർ ഉണ്ട്. ഇത് മറ്റേ ഡ്രസ്സിനെ പോലെ അല്ല, അത്രയ്ക്ക് ഫ്ലെയർ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ ഇതാക്കണം കൊള്ളാതായിരിക്കുന്നുണ്ട് ഫ്ലെയർ കൊണ്ട്. അപ്പം ലാസ്റ്റ് ഫ്ലെയർ ആണ് കേട്ടത്. ഇത് കുറച്ചൊരു വൃത്തിക്ക് നിൽക്കുന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് വാങ്ങി നോക്കാം, നല്ല ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, ഇഷ്ടപ്പെടും, ഇത് ഉറപ്പാണ്. പിന്നെ എൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യമൊക്കെ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുണ്ട്. നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങൊക്കെ ആണ് കേട്ടോ, ലോക്കടിയൊക്കെ വരുന്നുണ്ട്. അപ്പം സ്റ്റിച്ചിങ്ങിലൊന്നും ഒരു പേടിയും പേടിക്കാനില്ല. നമ്മൾക്ക് പുറത്ത് തന്നെ മേടിക്കുമ്പോൾ സ്റ്റിച്ചിങ്ങൊന്നും ഇത്ര വൃത്തിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് അങ്ങനെ അടച്ചങ്ങ് പോലെ ഉള്ളൂ. ഇതങ്ങനൊന്നും അല്ല കേട്ടോ. കാരണം കടയിലെ ലാസ്റ്റത്തെ പോർഷനിൽ ആ ഇതിൽ ഉള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത്, ലോക്കടിയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തുന്നു വിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല കേട്ടോ. ആ ഒന്നും ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ്. അതിൻ്റെ എൻഡിലായിട്ട് എലാസ്റ്റിക് വന്നിട്ടുണ്ട്. നല്ല കട്ടിയില്ല, മറ്റേ എലാസ്റ്റിക് ഒന്നും പോലെ അല്ല കേട്ടോ, കുറച്ചുകൂടി ഒരു വീതിയുള്ള എലാസ്റ്റിക് ഇല്ലേ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അങ്ങനത്തെ ഒരു എലാസ്റ്റിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. സൂപ്പറാണ് കേട്ടോ. 437 രൂപ മാത്രമേ അതിന് പ്രൈസുള്ളൂ. ഒന്ന് മേടിച്ച് നോക്കുക, എനിക്ക് നഷ്ടമാവില്ല. ഓക്കെ. പിന്നെ ഒരു പാൻറ്റും കൂടെ പറയാം പെയർ ചെയ്താൽ, ഒരു ബ്ലാക്ക് പാൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. ഇത് അത്ര മാക്സി ഡ്രസ്സിൻ്റെ അത്ര ലെങ്ത്തില്ല, പാൻറ്റ് യൂസ് ആക്കേണ്ടി വരും. കുറച്ചൊരു ടോപ്പ് പോലെ ആയിട്ടാണ് നിൽക്കുന്നത്. വെസ്റ്റേൺ ടോപ്പിൻ്റെ ഒരു മാക്സി ഡ്രസ്സാണ്, പക്ഷേ നല്ല ലെങ്ത്തുള്ള ഒരു ഡ്രസ്സ് അത് തന്നെ പറയാം കേട്ടോ. പക്ഷേ പാൻറ്റ് യൂസ് ആക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെയാണ്, ബാക്കും മുന്നൊക്കെ പ്രിൻ്റഡ് ആയിട്ട് വരുന്നത് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് എന്തായാലും മേടിച്ച് നോക്കുക, നഷ്ടമാവില്ല എന്തായാലും. ഓക്കെ. പിന്നെ ഒന്ന് പറയാനതൊന്നും യൂസ് ആക്കിയതിന് ശേഷമുള്ള റിവ്യൂ അല്ല കേട്ടോ. ഞാൻ ഒരുപാട് യൂസ് ആക്കിയതിന് ശേഷമുള്ള റിവ്യൂ ഒക്കെ വിടലുണ്ടായിരുന്നു. ഇതൊന്നും യൂസ് ആക്കിയതിന് ശേഷമുള്ളതല്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം. പക്ഷേങ്കിൽ അമേസിങ് ക്വാളിറ്റിയാണ്. ഞാൻ എന്തായാലും ക്വാളിറ്റിയുള്ള ഡ്രസ്സ് മാത്രമേ എനിക്ക് പരിചയപ്പെടുത്തുള്ളൂ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. കൂടുതൽ ഭംഗിയുള്ളതും കൂടുതൽ നല്ല അഫോർഡബിളായിട്ട് എനിക്ക് മാത്രമേ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് മേടിക്കാം. കളറ് പോകുന്നു ഒരു ചാൻസും ഇല്ലാത്ത ഡ്രസ്സാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്. എനിക്ക് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ പോവാം. അതൊക്കെ അങ്ങ് പോയിപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇതാക്കണം. നമ്മൾ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഒരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇത് കുറേ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിൽ കുറേ ആൾക്കാർ വാങ്ങിയിട്ട് യൂസ് ആക്കിയതിൻ്റെ റിവ്യൂ ഒക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മേടിച്ച് നോക്കിയത് സംഭവം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിതിൻ്റെ ഡിസൈൻ ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. എൻ്റെ പൈനാപ്പിളിൻ്റെ ഡിസൈനിൽ ഇഷ്ടമാകുന്നവരുണ്ടാവും കേട്ടോ, പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ഒരു ഇഷ്ടമായില്ല. പക്ഷേ ഇട്ടിട്ട് അമേസിങ് ആട്ടോ, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ പൈനാപ്പിളിൻ്റെ ഡിസൈൻ നല്ല ടൈം കാണാം, അത്രക്ക് ഒരു ചേഞ്ച് ഉണ്ടായി പോട്ടെ കാണുമ്പോൾ, ഇട്ടിട്ട് കാണുമ്പോൾ. ഞാനിവിടെ ഇടയ്ക്ക് കൊടുക്കുക എല്ലാത്തിൻ്റെയും ഇട്ടിട്ടുള്ള വീഡിയോസും ഒക്കെ കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നതാണ്. ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാതായ. പിന്നെ ലിങ്ക് കൊടുത്തിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നവരോട് ഞാനത് കോഡും നേരെ താഴെ തന്നെ അതിൻ്റെ കോഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് നോക്കിയിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് കിട്ടിയില്ലെങ്കിൽ കോഡ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു ഫീഡിങ് ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഓക്സ് വരുന്നുണ്ട്. ഓക്സ് ഷോക്ക് മാത്രമല്ല അയച്ചെടുക്കാൻ പറ്റുന്നൊരു ഓക്സും കൂടിയാണ്. പിന്നെ ലാർജ് സൈസാണ് വരുന്നത്. കോളർ ആൻഡ് നെക്കാണ് വരുന്നത്. പിന്നെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെയിം ക്ലോത്ത് തന്നെയാണ് ബെൽറ്റ് വരുന്നത്. നല്ല ബെൽറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. കുറച്ചധികം കട്ടിയുണ്ടാവും, ബെൽറ്റിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ടൈറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽറ്റ് അത്യാവശ്യമാണ് കേട്ടോ.
നമുക്ക് അടിപൊളിയാട്ടോ. കുറച്ച് കൂടുതൽ സൈസൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ബെൽറ്റ് ഇട്ടാൽ നല്ല വൃത്തിക്ക് നിൽക്കും കേട്ടോ. അതുകൊണ്ട് അതൊന്നും പേടിക്കാനില്ല. പിന്നെ അത് പൈനാപ്പിളിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം കേട്ടോ, പ്രിൻ്റ് കാണിച്ചു തരാണ് കേട്ടോ. നല്ല പ്രിൻ്റൊക്കെ ആണ്, പക്ഷേ എനിക്ക് എന്തോ ഒരു അൺകംഫേർട്ട് തോന്നി. പക്ഷേങ്കിൽ ഇട്ടിട്ട് ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. ഇട്ടിട്ടുള്ളല്ലോ നമുക്ക് നോക്കണ്ടേ, വേറെ ഒന്നും നോക്കണ്ടല്ലോ അല്ലേ. പക്ഷേങ്കിൽ അങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ ബെൽറ്റ് ഇടുന്ന സ്ഥലത്ത് കുറച്ചൊരു ഫ്ലെയറായിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ചൊരു ചുരുക്കമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1-2 കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഡിസൈന്, ആ ചുരുക്ക്. അപ്പോൾ കുറച്ചധികം ഫ്ലെയറായിട്ട്, മാക്സി ഡ്രസ്സല്ലേ, കുറച്ചധികം ഫ്ലെയറൊക്കെ വന്ന് വരണ്ടേ, എന്നാലേ വൃത്തിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റിലാണ് കേട്ടോ ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വൈറ്റ് ഡ്രസ്സാണ്, വൈറ്റ് യെല്ലോ ആൻഡ് ഗ്രീനാണ് പ്രിൻ്റ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് മേടിച്ച് നോക്കാം. ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഞെട്ടും. റേറ്റ് 375 രൂപ മാത്രമേ ഇതിന് പ്രൈസുള്ളൂ കേട്ടോ. 375 രൂപ മാത്രമുള്ള പ്രൈസ്. നിങ്ങൾക്ക് എന്തായാലും മേടിച്ച് നോക്കാം കേട്ടോ. എല്ലാം അടിപൊളിയാണ്. പിന്നെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവിൽ ലാസ്റ്റ് ഒരു എലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ ഡ്രസ്സിനും മാക്സിമം ഈ എലാസ്റ്റിക്കും കാര്യവും ഫുൾ സ്ലീവൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സി ഡ്രസ്സിന് പൊതുവേ നമ്മൾ ഫുൾ സ്ലീവ് ആകുമ്പോൾ ഭംഗി ഉണ്ടാവും, ഹാഫ് സ്ലീവ് അങ്ങനെ വൃത്തി ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ പൊതുവേ കാണുന്നതും കുറവാണ് കേട്ടോ ഹാഫ് സ്ലീവൊക്കെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഗ്രേപ്പാണ് കേട്ടോ. അടിപൊളിയാണ്. ഗ്രേപ്പാണെങ്കിലും അടിപൊളി ഡ്രസ്സ് തന്നെയാണ്. എനിക്ക് എന്തായാലും മേടിച്ച് നോക്കാം, പറ്റുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസുമാണ്. എന്തായാലും മേടിച്ച് നോക്കുക. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ കുറച്ചൊരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ രസമുണ്ട് കേട്ടോ, ഭംഗിയുള്ള ഡ്രസ്സാണ്. ഞാൻ നിങ്ങളെ പൈനാപ്പിളിൻ്റെ ഇതൊക്കെ പറഞ്ഞാൽ ചടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണ്, അടിപൊളിയാണ്. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം ഞാൻ പറയാം, പൈനാപ്പിളായിട്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇട്ടിട്ടൊക്കെ നല്ല അടിപൊളി ഡ്രസ്സാണ്, മേടിച്ച് നോക്കാൻ പറ്റും. ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയും മേടിച്ച് നോക്കാൻ. എൻ്റെ ഇഷ്ടമല്ലല്ല നിങ്ങളിഷ്ടമാണ് ഞങ്ങളിഷ്ടം. ഹലോ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്. വെസ്റ്റേൺ ഡ്രസ്സാണ് കേട്ടോ. പറയാനില്ല, അടിപൊളി നല്ല ക്വാളിറ്റിയിൽ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനൊരു ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് കേട്ടാൽ ഞെട്ടും. 338 രൂപ മാത്രമേ ഇതിന് പ്രൈസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസാണ് നിങ്ങളൊക്കെ എത്ര തടിയുള്ളവർക്കും യൂസ് ആക്കാൻ പറ്റും കേട്ടോ. XL വരെ സൈസ് വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു വെസ്റ്റേൺ ടൈപ്പാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ അല്ല വരുന്നത്, ഉഷാറായിട്ട് ഇടാൻ പറ്റും. എന്തായാലും ഒന്ന് മേടിച്ച് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്. നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത്. വൈറ്റുമ്മൽ ബ്ലാക്ക് പ്രിൻ്റാണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഫാബ്രിക് വരുന്നത് ക്രേപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും മേടിച്ച് നോക്കുക. അത് ബാക്ക് പോർഷനാണ് കേട്ടോ, ബാക്ക് ഭാഗമാണ് കാണിച്ചത്. ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. ഹൈ നെക്കാണ് കേട്ടോ, ഒന്ന് കയറിയിട്ടുള്ള നെക്കാണ്. അതാണ് ബാക്കിൽ ഊക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇടാനും അയക്കാനൊക്കെ കൂടുതൽ എളുപ്പത്തിനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. പിന്നെ നെക്കും കാര്യങ്ങളും വേറെ ഒന്നും കാണിക്കാനില്ലല്ലോ. പ്രിൻറ്റ് സൂം ചെയ്തിട്ട് ഞാൻ എല്ലാ ഭാഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാ ഡ്രസ്സിനൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ ഒരു എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലെയറായിട്ട് താഴോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു വെസ്റ്റേൺ ഡ്രസ്സാണല്ലോ, പിന്നെ അതത്ര ഫ്ലെയർ ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പാൻറ്റ് യൂസ് ആക്കണം, ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു വൈറ്റോ പാൻറ്റ് എന്തായാലും യൂസ് ആക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് കാണാനായിട്ട്. ഒരു ലെഗിനോ അല്ലെങ്കിൽ ജീനോ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിന് ബെൽറ്റ് ഇടാനായിട്ടുള്ള 2 ഹോൾസ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബെൽറ്റാണ് കേട്ടോ, നമുക്ക് ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബെൽറ്റ് അടിപൊളിയാണ് കേട്ടോ. സെയിം ക്ലോത്ത് തന്നെയാണ് ബെൽറ്റ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും എനിക്ക് മേടിച്ച് നോക്കുക. സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ. പ്രൈസിനൊക്കെ എന്തായാലും വേർത്താണ്. ആ പ്രൈസിനല്ല, ഞങ്ങൾക്ക് 500 റുപ്യ കൊടുത്താലും എന്തായാലും വേർത്തുള്ള ഡ്രസ്സാണ് കേട്ടോ. ഒക്കെ നല്ല അടിപൊളിയാണ്, നമുക്കൊന്നും പറയാനില്ല. സൂപ്പർ ഡ്രസ്സസാണ് കേട്ടോ. പിന്നെന്ന് പറയാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ നമ്മൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ മേ ബി നമുക്ക്
പറ്റിയ സൈസ് ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം ഇപ്പം എല്ലാ സൈസും അവൈലബിൾ ആണ്. ഞാൻ കൊടുക്കുമ്പോൾ എല്ലാ സൈസും ഉണ്ടാവും, പക്ഷെ നിങ്ങൾ മേടിക്കാൻ നോക്കുമ്പോൾ ചിലപ്പം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഒന്ന് വെയിറ്റ് ചെയ്താൽ, വീക്ക് തന്നെ വെയിറ്റ് ചെയ്യണമല്ലോ, ജസ്റ്റ് അപ്ഡേറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് ആ സൈസ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ സൈസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് കളറില്ല എന്ന് പറഞ്ഞിട്ട് ബേക്ക് അടിക്കേണ്ട, നമുക്ക് കിട്ടും, ഉറപ്പാണ്. ജസ്റ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ അതിന് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലൊരു കട്ടിങ് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടോ. ഒന്ന് ടൈറ്റനിങ് ചെയ്ത് കൊടുത്താൽ അവിടെ മാത്രം ഒന്ന് ചെയ്താൽ മതി, ഒന്ന് സ്റ്റിച്ചിങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചത് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് കാണാൻ, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെ ഇടാതിരിക്കുക. കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി വൃത്തിയായിരിക്കും, എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലിങ് ഇങ്ങനെയൊക്കെയാണ്. ബാക്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹുക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടായിരിക്കും യൂസ് ആക്കാനായിട്ട്. എടുത്തിട്ടുള്ളത് ലാർജ് സൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് എവിടെ അറിയും, ഷോൾഡറിൻ്റെ ഭാഗമല്ലേ, അവിടുത്തെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അവിടെയൊക്കെ ഒരിക്കലും ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പം അങ്ങനത്തെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണില്ല കേട്ടോ. ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ പെട്ടെന്ന് തുന്നി വിടില്ല. അപ്പോൾ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗമൊക്കെ സ്റ്റിച്ച് വിട്ടാൽ നമുക്ക് കൂടുതൽ അൺകംഫർട്ടായിരിക്കും. പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടാൽ നമുക്ക് അടിക്കാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം ഞാനൊരു ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് വീഡിയോ എടുത്തരാൻ ആളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് എടുത്തിട്ടോ. അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. അപ്പം വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ അങ്ങോട്ട് എടുക്കാനുള്ള രക്ഷമല്ലല്ലോ, അങ്ങനെ എടുത്തതാട്ടോ. നല്ലൊരു മാക്സി ഡ്രസ്സാണ് ഇത്തവണ വന്നിട്ടുള്ളത്. എനിക്ക് ഡീറ്റെയിലിങ്ങിനോട് പോവാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ, ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. ആരുമില്ലാത്തപ്പം പിന്നെ മാക്സിമം അങ്ങനെയൊക്കെ എടുക്കുക, അല്ലാതെ എന്ത് ചെയ്യും. പിന്നെന്ന് പറയുന്നത് നൈറ്റായി പോയിട്ട് എടുത്തത് രാത്രി ആയതുകൊണ്ട് കുറച്ചുകൂടി ഡിമ്മായി പോയിട്ട് മൊത്തത്തിൽ. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയെല്ലാം ഉണ്ട്. നമുക്ക് ഡീറ്റെയിലിങ്ങനെ പോകാം. അപ്പം ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് മാക്സി ഡ്രസ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ ഡ്രസ്സ് തന്നെ കേട്ടോ. ഫുൾ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. പിന്നെന്ന് പറയാനായിട്ട് ഫുൾ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലൊരു എലാസ്റ്റിക് വരുന്നുണ്ട്. ഈ എലാസ്റ്റിക് നമ്മൾ ജസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ വരുന്നില്ല, ഭാഗത്ത് നന്നായിട്ട് തന്നെ എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയാൻ ഇത് കുറച്ചധികം തടിയുള്ളവർ എടുക്കാതെ നിൽക്കുന്നത് നല്ലത് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ഞാൻ അത്യാവശ്യം തടിയുണ്ട്, ഒരു 63 കിലോനെങ്ങാനും ഞാനുണ്ട്. ഹൈറ്റ് കുറവായതുകൊണ്ട് വെയിറ്റ് നല്ലോണം വരും കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു എടുക്കാതെ നിൽക്കുന്നത് നല്ലത്. പിന്നെ കാരണം ഈ എലാസ്റ്റിക് ജസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ എലാസ്റ്റിക് വരുമ്പം അവിടെ കുറച്ചധികം ടൈറ്റനിങ് ആയിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ട് അവർ മാക്സിമം ഒഴിവാക്കുക എന്ന് എനിക്ക് തോന്നിട്ടോ. എനിക്കറിയില്ല, ചിലർക്കത് വൃത്തിയായിട്ട് തോന്നും, ചിലർക്കത് വൃത്തിയില്ലായ്മയും തോന്നും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ലാർജ് സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നെക്ക് പറയാനാണ് കുറച്ചൊരു ഇതുള്ളത്. കാരണം വൈഡായിട്ടുള്ള നെക്കാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുള്ളത്. ഈ എലാസ്റ്റിക് കാണിച്ചു തന്നിട്ടില്ല, ഈ എലാസ്റ്റിക് ഫുള്ള് എലാസ്റ്റിക് ആണ് കേട്ടോ. മൊത്തം എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് സംഭവം കാണാൻ. നല്ല മെലിഞ്ഞവർക്ക് നല്ല ടൈറ്റ് ചെയ്യുന്ന നല്ല ഭംഗിയുണ്ടാവും, വൃത്തി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇഷ്ടമാണ് അങ്ങനത്തെ കാണാനായിട്ട്, നല്ല വൃത്തി ഉണ്ടാവും. ശരിക്കും ഇത് മേടിക്കാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പിന്നെ നെക്കിൻ്റെ പറയാനായിട്ട് നെക്ക് പിന്നെ കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് വരുന്നത്. നമുക്ക് അതിൽ ഇന്നർ യൂസ് ആക്കേണ്ടി വരും. നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ നെക്കിൻ്റെ ഭാഗമൊക്കെ കാണുന്നവർ ഇഷ്ടമില്ലാത്തവരുണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ താഴോട്ടിട്ടാതെ നമ്മൾ കുറച്ചധികം പൊക്കിയിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാക്സിമം ഇന്നർ യൂസ് ആക്കുന്നതായിരിക്കും നല്ലത്.
അങ്ങനെ തോന്നിട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഫുൾ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്, താഴോട്ട് ഫുൾ പ്രിൻ്റ്, നല്ല ലെങ്ത്തും വെടുത്തൊക്കെ ഉള്ള നല്ല ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഞാൻ ഇതൊന്ന് നിലത്ത് വെച്ചിട്ടൊന്ന് കാണിച്ചിട്ടാണ് കേട്ടോ, കാരണം കൂടുതൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരികയാണ്. ഈ പ്രിൻറ്റും കാര്യങ്ങളും ഇലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ തന്നെ ഇനിയിപ്പം ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ ആക്കിയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് കാണിച്ചിരുന്നത്. ക്രേപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. പിന്നെ 354 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വേർത്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാതെ മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് വേർത്താണിത്, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൽ കുറേ അധികം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കളേഴ്സും പ്രിൻറ്റിങ്ങും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു അലാസ്റ്റിക് വരുന്നൊരു ടൈപ്പില്ലേ ഈ ജസ്റ്റിൻ്റെ ഭാഗത്ത്, അങ്ങനത്തെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനധികം ഇതിൻ്റെ നെക്ക് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ വിട്ടതാണ് കേട്ടോ. കാരണം നെക്ക് നമുക്ക് ചിലപ്പം വൃത്തിയില്ലാതെ തോന്നിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് വിട്ടാനിയതാണ്. അപ്പോൾ ഒന്ന് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനി എന്ന് പറയാൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ കാലങ്ങൾ ഒരു 5-6 മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടോ, 6 മാസം അല്ല, ബേബി ഉണ്ടാകുന്ന സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എന്തായാലും ഒരു 10 മാസമൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഡ്രസ്സ് മേടിച്ചിട്ട് യൂസാക്കി പഴയതായ ഒരു ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് പഴയതല്ലല്ലോ കിട്ടുക, നിങ്ങൾക്ക് പുതിയ നല്ല കിട്ടുക, അതുകൊണ്ട് അങ്ങനെ കാണിച്ചിരുന്നത് തന്നാണ് കേട്ടോ. എത്രയോ കാലമായി ഞാൻ മേടിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് മേടിച്ച് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു ലൈറ്റ് ഡിമ്മായതുകൊണ്ട് ഒരു കളറ് തോന്നുന്നുണ്ടാവില്ല മേ ബി, പക്ഷെ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ, വൃത്തിയുണ്ട് കാണാനായിട്ട്. പിന്നെ റേറ്റ് വരുന്നത് 374 രൂപയാണ്. 3 കളറിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്രേ കളറിലാണ് വന്നിട്ടുള്ളത്, നല്ല അടിപൊളിയാണ്. അന്ന് ഞാൻ മേടിച്ചിട്ടുള്ളത് XXL അങ്ങനെ എന്തോ ഒരു സൈസാണ്, ലാർജ് അല്ല. അന്ന് ആ സമയത്ത് അത്യാവശ്യം തടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും തടിയൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം തടിയുണ്ട്. അന്നപ്പോൾ അന്ന് മേടിച്ചതാണ് കേട്ടോ. ഇങ്ങനെയാണ്. പിന്നെ നെക്ക് വരുന്നത് ഒരു വി നെക്കാണ്, ബാക്ക് പോർഷൻ റൗണ്ട് നെക്കായിട്ട് തന്നെ വരുന്നത്. പിന്നെ ഒരു ചെക്ക് ഡിസൈനാണ് വരുന്നത് കേട്ടോ. അതാക്കണ XXL ആണ് മേടിച്ചത് പറയുന്നതാണ് കേട്ടോ. പിന്നെ അത് കുറേ യൂസ് ആക്കിയതിന് ശേഷമുള്ള റിവ്യൂ ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് കണ്ടിട്ട് തോന്നാൽ മതി. നല്ല ക്ലോത്തൊക്കെ ആണ്, കോട്ടൺ മെറ്റീരിയൽ, നല്ല ഡ്രസ്സാണ് കേട്ടോ. ഒരു ബ്ലാക്ക് പാൻറ്റൊക്കെ, ഗ്രേ കളർ പാൻറ്റോ ബ്ലാക്ക് പാൻറ്റൊക്കെ യൂസ് ആക്കുകയാണെങ്കിൽ, ഗ്രേ കളറോ അല്ലെങ്കിൽ ഏത് കളറോ പാൻറ്റോ നമുക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. യൂസ് ആക്കുകയാണെങ്കിൽ വൃത്തി ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെയാണ് യൂസ് ആക്കിയ ഒരു ജീൻസിൻ്റെ പാൻറ്റ് എടുത്ത്, ഗ്രേ കളർ ജീൻസിൻ്റെ പാൻറ്റ് എടുത്തിട്ട് യൂസ് ആക്കലാണ് ശരിക്കും ചെയ്യാറ് കേട്ടോ. ഒരു ബ്ലാക്ക് ഷോളും എടുത്തിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഉണ്ടാവലുണ്ട്. അപ്പം 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഞാൻ മെഷീനിലിട്ട് തിരുമ്പാറുണ്ട്, അതാണ് ഇത്രയ്ക്ക് വൃത്തിയില്ലായ്മ തോന്നുന്നത്. മെഷീനിലിട്ട് മാക്സിമം തിരുമ്പാതെ കേട്ടോ. വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഒരു ഡ്രസ്സും തിരുമ്പാതെ വെക്കുക. ഒന്നെങ്കിൽ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ കൈ കൊണ്ട് വാഷ് ചെയ്യാം എന്ന് ഞാൻ പറയും. ഷാമ്പൂ അല്ലെങ്കിൽ സോപ്പോ എന്ന് ഇട്ടിച്ചിട്ട് കൈ കൊണ്ട് വാഷ് ചെയ്യാം. വാഷിംഗ് മെഷീനിലിടുമ്പോൾ പെട്ടെന്ന് ക്ലോത്ത് അത്രയ്ക്ക് ലോ പ്രൈസിലൊക്കെ മേടിക്കുന്ന ക്ലോത്ത് ആകുമ്പം കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാൻ പറ്റും. അതുകൊണ്ട് ചിലപ്പോൾ പൊന്തും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മെഷീനിലിടാതിക്കുക, മാക്സിമം കൈ കൊണ്ട് ഇടുക അല്ലെങ്കിൽ അലക്ക് കലമ കൊണ്ടുപോവുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുറേയൊക്കെ ഡ്രസ്സ് മെഷീനിലിടും, ആരോട് പറയണ്ട, കുറേയൊക്കെ ഇടും. പെട്ടെന്ന് എന്തെങ്കിലും തിരക്കുക അല്ലെങ്കിൽ കൂടുതൽ തിരുമ്പാനൊക്കെ ഉണ്ടാകുമ്പോൾ, ഞാൻ അലക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മെഷീനിലൊക്കെ നിർത്തിടും. അങ്ങനെ ഒരുപാട് എനിക്ക് കുറേ ബുദ്ധി വന്നിട്ടുണ്ട് കേട്ടോ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇനി മീഷോൻ്റെ അല്ലാത്ത ഡ്രസ്സാണെങ്കിലും പുതിയ ഡ്രസ്സൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട്, മെഷീനിലിടാതിരിക്കുക. പിന്നെ ഡ്രസ്സൊക്കെ ഇടുന്നിട്ടൊന്നും വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, നമ്മൾ തന്നെ കാണണം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്ലെയറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സിനും കൊടുത്തതുപോലെ തന്നെ ഒരു ഇതിന് ചുരുക്കം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ഇതിൻ്റെ ഡീറ്റെയിൽ പറയാനുള്ളത്, 374 രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ലൈറ്റ് നല്ലോണം കൊടുത്തതുകൊണ്ട് നല്ല ഡിമ്മായിട്ടാണ് കാണുന്നത് കേട്ടോ. രാത്രിയാണ് എടുക്കുന്നത്, പോരാത്തതിന് ലൈറ്റ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, മൊത്തത്തിൽ ഡിമ്മായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നുണ്ട്.
അങ്ങനെ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഈ ഒരു കളറാണ് ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ, ആ ഒരു കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ നമ്മൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചധികം ഡിമ്മായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു അല്ലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗ്രേ കളറിൽ ഒരു നരച്ച കളറുള്ള ഒരു കളറാണ് ശരിക്കും ഇത്. അതിലും കൂടി ഒരു ലൈറ്റൊക്കെ തിക്കായിട്ട് കൊടുത്ത് എഫക്റ്റ് കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊരു വൃത്തിയില്ലായ്മ തോന്നും. അതാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. പിന്നെ എന്തൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എവിടെയെങ്കിലൊക്കെ അവിടെ കൊടുക്കും കേട്ടോ, ഒക്കെ ഒന്ന് കണ്ട് നോക്കുക. ഇനി പ്രൈസും കാര്യമൊക്കെ പറയാനെന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക, ഞാൻ പറഞ്ഞു തരും. എപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് എപ്പോൾ ചോദിച്ചാലും അപ്പുറം എപ്പോഴും തരും. എല്ലാം നല്ല ഡ്രസ്സസ്സാണ്, എന്തായാലും മേടിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടി തരുന്നത്. പിന്നെ ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഏത് ഡ്രസ്സസ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പറയാം. ഇനിയും കൂടുതൽ നല്ല നല്ല ഡ്രസ്സസ്സായിട്ട് ഞാൻ വീണ്ടും വരും തീർച്ച. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. നമുക്ക് കമൻറ്റാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ഏറ്റവും വലിയ സപ്പോർട്ട് വെച്ചാൽ ഏറ്റവും വലിയ സപ്പോർട്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുമ്പം നല്ല ഒരു 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 സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ പറയുക. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ നിർത്തുന്നു. അത്യാവശ്യം ലോങ്ങായി പോകും നമ്മൾക്ക്. നമ്മൾ പ്രൊഡക്റ്റ് നല്ലോണം ഉണ്ട് കേട്ടോ. ഒരു 8 അല്ല 6-7 പ്രൊഡക്റ്റ് എന്തായാലും ഇല്ലേ, 7 പ്രൊഡക്റ്റ് എന്തായാലും ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ലെങ്തി ആയി പോകുന്നത്. അപ്പം അതിനനുസരിച്ചാണ്. ഓക്കെ, ഇനിയിപ്പോൾ അധികം നീട്ടുന്നില്ല, നിർത്താണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.